മലപ്പുറം തേങ്ങ ഉരുട്ടൽ, മഞ്ഞൾ വിതറൽ തുടങ്ങിയ ആചാരങ്ങൾ നിരോധിക്കാൻ തീരുമാനം. അത് ആചാരമല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ്. തന്ത്രിയുടെ നിർദ്ദേശം ദേവസ്വം ബോർഡ് തേടി. തീർത്ഥാടകരോട് കാര്യങ്ങൾ ബോധവൽക്കരിക്കും. തേങ്ങ ഉരുട്ടൽ അനാചാരമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പ്രശാന്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ഗോകുൽ രമേശാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. ഗോകുൽ, കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെ തന്നെ തന്ത്രിയും മേൽശാന്തിയുമെല്ലാം ഈ വിഷയങ്ങളിൽ അവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നത് കണ്ടതാണ്. ഇനി ദേവസ്വം ബോർഡാണ് ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. ഒരു ആചാരം എന്ന മട്ടിൽ ഈ കാര്യങ്ങൾ അവിടെ വരുന്ന വിശ്വാസികൾ ചെയ്തു വരികയാണ്. തേങ്ങ ഉരുട്ടലും മഞ്ഞളെറിയലും പട്ടെറിയലും ഒക്കെ. അപ്പോൾ ഇനി തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ഇത് നിരോധിക്കാനുള്ള. അതിനുള്ള എന്ത് നടപടികളാണ് അവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ പ്രതികരണം എന്തായിരുന്നു? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏറെ സുപ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണം വന്നത്. മാളികപ്പുറത്തെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അത് യഥാർത്ഥത്തിൽ ആചാരമാണോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന രീതിയിൽ പരിശോധിക്കണം, നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രണം ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ദേവസ്വം ബോർഡിന് മുന്നിൽ ഹൈക്കോടതി വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മാളികപ്പുറത്ത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, തേങ്ങ ഉരുട്ടുന്നതും പട്ട് എറിയുന്നതും മഞ്ഞൾ വിതറുന്നതും ഒക്കെ ആചാരമല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആചാരമേ അല്ല, അനാചാരമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിന് അത്തരത്തിലുള്ള അനാചാരം കർശനമായിട്ട് നിയന്ത്രിക്കാൻ തന്നെയാണ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് നിയന്ത്രണവും അതോടൊപ്പം തന്നെ നിരോധനവും ഏർപ്പെടുത്താനുള്ള നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനായിട്ട് ആദ്യഘട്ടത്തിൽ തീർത്ഥാടകരെ പരമാവധി ബോധവൽക്കരിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഇല്ല, നടത്തേണ്ടതില്ല എന്ന രീതിയിൽ തീർത്ഥാടകരോട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ ശ്രമിക്കുകയെന്നും ഒപ്പം അവർ കൊണ്ടുവരുന്ന ഇത്തരം വസ്തുക്കൾ, മഞ്ഞളും അതോടൊപ്പം തന്നെ മറ്റ് വസ്തുക്കളും പട്ടുമൊക്കെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യം ഒരുക്കും. പ്രത്യേക പെട്ടികളൊക്കെ തന്നെ അവിടെ ക്രമീകരിച്ചുകൊണ്ട് അതിനുള്ളിൽ നിക്ഷേപിക്കാൻ അവരോട് ബോധവൽക്കരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിലവിൽ മാളികപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമായിട്ട് നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മലയാളികളായിട്ടുള്ള തീർത്ഥാടകരല്ല ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരാണ് കൂടുതലായിട്ടും ഈ കാര്യങ്ങളൊക്കെ മാളികപ്പുറത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രധാനമായിട്ടും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതര സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ദേവസ്വം ബോർഡ് പോലെയുള്ള അവിടുത്തെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വെച്ച് തന്നെ തീർത്ഥാടകർക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ശബരിമലയിലേക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കൂടി സ്വീകരിക്കും. അവിടുത്തെ സർക്കാരുകളുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്ത് ബോധിപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്ത്രിയുടെ അടക്കം അല്ലെങ്കിൽ നിർദ്ദേശം ഈ കാര്യത്തിൽ തേടിയതിനു ശേഷമാണ് ഇന്ന് ബോർഡ് യോഗം കൂടിയിട്ട് ഇത്തരത്തിൽ കർശനമായിട്ട് അത് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ നടവരവിലും തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുള്ളതായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 14 ദിവസത്തിനിടെ 10 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 12 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ വർഷം ആദ്യ 12 ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല വരുമാനം ഏകദേശം 63 കോടി രൂപയിലധികം വരുമാനം ഈ സീസണിൽ ലഭ്യമായിരിക്കുകയാണ്. മുൻ വർഷം ഈ സമയത്തെ അപേക്ഷിച്ച് 15.89 ലക്ഷത്തിലധികം രൂപയുടെ നടവരവാണ് ഈ വർഷം അധികമായിട്ട് ദേവസ്വം ബോർഡിന് ലഭ്യമായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ തീർത്ഥാടനം വളരെ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ തൽക്കാലം തീരുമാനമില്ല. സ്പോട്ട് ബുക്കിംഗ് പരമാവധി തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താമെന്നും അതുവഴി തീർത്ഥാടനം എല്ലാവർക്കും നടത്താമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുകയാണ്. ഗോകുൽ രമേശാണ് സന്നിധാനത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക്. തന്ത്രിയുമായി ചർച്ച നടത്തി. തന്ത്രി ഒരു ഇതുമില്ലാതെ, ആശങ്കയുമില്ലാതെ പറഞ്ഞത് അനാചാരമാണ്. ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള ഒരു ശ്രമവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിരോധിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാം നല്ല മനോഹരമായ പാത്രങ്ങൾ, ഇവർക്ക് ഈ വിതറുന്നതിന് പകരം ഈ ഭസ്മവും കുങ്കുമവും മഞ്ഞൾപ്പൊടിയൊക്കെ വിതറുവാനുള്ളൊരു പാത്രങ്ങൾ നമുക്ക് ക്രമീകരിക്കും.
അവിടെ നിർത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട്, ഗാർഡുമാരായാലും അവിടെയുള്ള ജീവനക്കാരും അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയത് ശരിയല്ല, ഇത് ആചാരമല്ല, ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമുണ്ട് എന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കും.